ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് ഓലൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് അരക്കപ്പ് വൻപയർ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വൻപയറിൻ്റെ മുകളിലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ ആദ്യം ഹൈ ഫ്ലെയിമിൽ ചെയ്യുക, പിന്നെ 2 വിസിൽ ലോ ഫ്ലെയിമിലും ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ കുക്കറിൽ വിസിലൊക്കെ വന്നതിന് ശേഷം വിസിൽ കംപ്ലീറ്റ് പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്നു നോക്കാം. അപ്പോൾ നമ്മളെ വൻപയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഈ സമയം കൊണ്ട് തന്നെ. ഇനി ഇതിലേക്ക് കുമ്പളങ്ങ ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കട്ടോ. നേരത്തെ വൻപയറിൽ ഉപ്പ് ചേർക്കാൻ മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2ാം പാൽ ഒരു അര കപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിലാവുന്നത് വരെ ഒന്നുകൂടി ഒന്ന് വിസിലടുപ്പിക്കട്ടോ. ഇത് ഹൈ ഫ്ലെയിമിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഓലൻ തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ വറവിടൊന്നും വേണ്ട, വളരെ ഈസിയാണ് കേട്ടോ ഈ ഓലൻ തയ്യാറാക്കാനായിട്ട്. ഇപ്പോൾ നമ്മളെ വൻപയറും കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അര കപ്പ് 1ാം പാലും കൂടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇത് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് അപ്പം തന്നെ അടച്ച് വെക്കുക കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓലൻ തയ്യാറാക്കാം. വിഷു സദ്യയിലൊക്കെ നമുക്ക് എന്തായാലും ആവശ്യമുള്ള ഒരു ഐറ്റം ആണല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാൻ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.